ഹായ് ഹലോ വെൽക്കം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വിഷു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. വലുതായിട്ടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റപ്പോൾ തന്നെ ഒരു 6:15 5:30 എണീക്കണമെന്ന് വിചാരിച്ചാണ് കിടന്നത്. പക്ഷേ എണീറ്റപ്പോൾ ഇച്ചിരി ലേറ്റായി. അപ്പോൾ ആ ടൈമിൽ മക്കളൊന്നും ഉണർന്നിട്ടില്ല, അവരൊക്കെ സുഖമായിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ ഞാനെല്ലാം തലേദിവസം തന്നെ റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു, വിളക്ക് മാത്രം കത്തിച്ചാൽ മതി. അങ്ങനെ ഞാൻ എണീറ്റ് പോയി. കണ്ടില്ലേ, 6:15 ഒന്ന് വെളിച്ചമൊക്കെ വീണു. പിന്നെ ഞാനെല്ലാം റെഡിയാക്കി വച്ചിരുന്ന കാരണം കുളിച്ചിട്ട് വിളക്ക് കത്തിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഞാനത് കിട്ടിയ സാധനങ്ങളൊക്കെ വച്ച് ഒപ്പിച്ചൊരു കണിയൊക്കെ റെഡിയാക്കി. ചെറുതായിട്ടൊരു കോലമൊക്കെ വരച്ച് കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ വിളക്ക് കത്തിക്കാനുള്ള ഒരുക്കങ്ങളിലാണ്. പിന്നെ എന്താണ്, ഈ ഒരു കൃഷ്ണൻ ഞാൻ ഈ ഒരു വിഷുവിന് വേണ്ടിയിട്ട് വിഷുവിൻ്റെ തലേദിവസം പോയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ പെട്ടെന്ന് ഞാൻ വിളക്കൊക്കെ കത്തിച്ചു. വിളക്ക് കത്തിച്ചിട്ട് ഉടനെ തന്നെ ഞാൻ മക്കളെയൊക്കെ വിളിച്ചുണർത്തി, അവരെ കൊണ്ടുവന്ന് കണിയൊക്കെ കാണിച്ചു. അതൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ കൈനീട്ടമൊക്കെ കൊടുത്തു. അവർക്ക് രണ്ടുപേർക്കും കൈനീട്ടം കൊടുത്തു. ഹസ്ബൻഡും കൈനീട്ടം കൊടുത്തു, എനിക്കും കിട്ടിയ കൈനീട്ടം. പിന്നെ എന്താണ്, വലുതായിട്ടൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിഷു. ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ മക്കളെല്ലാം കുളിപ്പിച്ചു, അവരെയൊക്കെ റെഡിയാക്കിയിട്ട് ഒന്ന് അമ്പലത്തിൽ പോകാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കാര്യം വിഷു അല്ലേ, അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് അമ്പലമുക്ക് പേരൂർ ശ്രീകൃഷ്ണ സ്വാമി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഉള്ളത്. അപ്പോൾ അവിടെ ഉത്സവമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് കരുതി അങ്ങനെ പോയി. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ. എങ്കിലും നമുക്ക് ദർശനമൊക്കെ കിട്ടി, നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി. പിന്നെ അവിടെ പാൽപ്പായസമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. മക്കൾക്ക് ഈ പാൽപ്പായസം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവർ പാൽപ്പായസമൊക്കെ കുടിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു വിഷു. നിങ്ങളുടെയൊക്കെ വിഷു എങ്ങനെയാണെന്ന് എന്നെ അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.